നമ്മൾ കഴിഞ്ഞ ദിവസം ചെയിൻ സ്റ്റിച്ച് പഠിച്ചു. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അടുത്ത സ്റ്റിച്ച് പഠിക്കാം. അടുത്തത് സ്ലിപ്പ് സ്റ്റിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഓരോ സ്റ്റിച്ചിൻ്റെയും പേരുകൾ നിങ്ങൾ എന്തായാലും ഓർത്ത് വയ്ക്കുക. ഇതിലൂടെ വേണം നമുക്ക് ഓരോ പ്രൊജക്റ്റുകൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പേരുകൾ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവണമെങ്കിൽ നിങ്ങളത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവണം, നിങ്ങൾക്കത് ഓർമ്മയിലുണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഒരു സ്റ്റിച്ച് വിട്ട ശേഷമാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മളുടെ ചെയിൻ സ്റ്റിച്ച് നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ഒരു ചെയിൻ സ്റ്റിച്ച് വിട്ട ശേഷം ഉള്ള സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഈ ഒരു ക്രോഷ്യ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ യാൺ ഓവർ ചെയ്യുക. ആദ്യത്തെ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ നമ്മൾ കടത്തിയെടുത്തു. എന്നിട്ട് രണ്ടാമത്തെ ലൂപ്പിൻ്റെ കൂടെ കടത്തുമ്പോൾ നമുക്ക് ആദ്യത്തെ സ്ലിപ്പ് സ്റ്റിച്ച് കിട്ടും. അടുത്ത ചെയിനിൻ്റെ ഉള്ളിലൂടെയും ഇതുപോലെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. താഴെ നിന്നും കൊളുത്തി ഈ ലൂപ്പിനുള്ളിലൂടെ അല്ലെങ്കിൽ ചെയിനിനുള്ളിലൂടെ വലിച്ച് 2 ലൂപ്പുകൾ കിട്ടും. അപ്പോൾ എന്നിട്ട് ഈ അവസാനത്തെ ലൂപ്പിനുള്ളിലേക്ക് കൊളുത്തിയെടുക്കുക. അപ്പോൾ 2 ചെയിൻ സ്റ്റിച്ചുകൾ നമുക്ക് കിട്ടി. ഇതിൻ്റെ പേര് സ്ലിപ്പ് സ്റ്റിച്ചാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഈ ഒരു സ്റ്റിച്ചിന് പറയുന്ന പേര് സ്ലിപ്പ് സ്റ്റിച്ച് എന്നാണ്. ഇതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ കടത്തി യാൺ ഓവർ ചെയ്ത് കിട്ടുന്ന ആദ്യത്തെ ഈ ലൂപ്പിനെ രണ്ടാമത്തെ ലൂപ്പിനുള്ളിലൂടെ കടത്തിയെടുക്കുക. ഇത് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഓരോ പ്രൊജക്റ്റിനും നിങ്ങൾക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ ആവശ്യമായിട്ട് വരും. ചെയിൻ സ്റ്റിച്ചിനുള്ളിലൂടെ എടുക്കുക, യാൺ ഓവർ ചെയ്യുക, അവസാനത്തെ ലൂപ്പിനുള്ളിലൂടെ കടത്തിയെടുക്കുക. ഇതിനെ പറയുന്ന പേര് സ്ലിപ്പ് സ്റ്റിച്ച് എന്നാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.